കേരളത്തിലെ 20,000-ഓളം വരുന്ന ഒരു കേബിൾ നെറ്റ്വർക്കിൽ ലാൻഡിംഗ് പേജ് എടുത്ത് റേറ്റിംഗിൽ വൻ വർധനവുണ്ടാക്കിയെന്ന അവകാശവാദത്തോടെയാണ് ബാർക്ക് തിരിമറിക്ക് ഈ ചാനൽ ഉടമ തുടക്കം കുറിച്ചത്. അതൊരു തുടക്കം മാത്രമായിരുന്നു. ഒരു പ്രദേശത്തെ ഒരു ചെറിയ കേബിൾ ശൃംഖലയെ വിലക്കെടുത്ത് അവിടെ അതിൻ്റെ ലാൻഡിംഗ് പേജ് വിലക്കെടുത്തുകൊണ്ട് അതിനാണ് കൂടുതൽ വ്യൂവർഷിപ്പ് എന്ന തരത്തിലുള്ള ഒരു പ്രചാരണം നടത്തി അതിൽ ഒരു വലിയ തട്ടിപ്പിന് കളമൊരുക്കുകയാണ് ചെയ്തത്. പിന്നീട് നോക്കൂ, 85 ലക്ഷത്തോളം കേബിൾ കണക്ഷനുകൾ ഈ കേരളത്തിലുണ്ട്. കേരളത്തിൽ കേബിൾ TV പ്രേക്ഷകരായുള്ള 85 ലക്ഷത്തോളം കുടുംബങ്ങളുണ്ട്. ഈ ചെറിയ നെറ്റ്വർക്കിലെ ലാൻഡിംഗ് പേജ് റേറ്റിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയെന്ന് പരസ്യദാതാക്കളെയും ടെലിവിഷൻ പ്രേക്ഷകരെയും ഒക്കെ അതിവിദഗ്ധമായി പറ്റിക്കാൻ ഈ ചാനൽ ഉടമയ്ക്കായി. അതോടൊപ്പം തട്ടിപ്പിന് കളമൊരുക്കാൻ യൂട്യൂബ് വ്യൂവർഷിപ്പിലും വ്യാപകമായ തട്ടിപ്പ് നടത്തി. അതിനായി ഫോൺ ഫാമിംഗ് എന്ന സാങ്കേതിക വിദ്യയാണ് ഈ ചാനൽ ഉടമ ഉപയോഗിച്ചത്. ഈ ബാർക്ക് റേറ്റിംഗിലെ തട്ടിപ്പ് മാത്രമല്ല, നമ്മൾ സാധാരണ നിലയിൽ യൂട്യൂബ് പ്രേക്ഷകർ എത്രത്തോളം ഉണ്ട്, അവരുടെ പിന്തുണ ആർക്കാണ് എന്ന് നോക്കുമ്പോൾ അതിൽ വലിയ പ്രേക്ഷകർ കാണുന്നത് ഫോൺ ഫാമിംഗിന്റെ ദൃശ്യങ്ങളാണ്. ഒരു കമ്പ്യൂട്ടർ മതി, ഏതാണ്ട് 2,000-ഓളം മൊബൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ പേജുകളിൽ യൂട്യൂബിന്റെ പ്രേക്ഷകരായൊക്കെ ഇത്രയധികം ആളുകളുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുക. അത് മലേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലുള്ള അവിടെ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ ഈ ഫോൺ ഫാമിംഗ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സാധാരണ നിലയിൽ ദിലീപ്, നമ്മളൊരു യൂട്യൂബിൽ നമ്മുടെ പ്രേക്ഷകർ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കണക്കാക്കുന്നത് സാധാരണ എത്ര പേരാണ് ഈ യൂട്യൂബിലൂടെ കാണുന്നത് എന്നതാണ്. പക്ഷേ അതിൽ വെട്ടിപ്പ് നടക്കുന്നു, അതിൽ തട്ടിപ്പ് നടക്കുന്നു എന്നതാണ് ഫോൺ ഫാമിംഗ് എന്ന സംവിധാനത്തിലൂടെ ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത്തരം ഏജൻസികളുടെ വിശ്വാസ്യതയൊക്കെ അത് സംശയമായിരുന്ന കാലത്ത് ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടല്ലോ, ഡിജിറ്റലിലെ രേഖകളാണ് ആധികാരികം. ഡിജിറ്റലിൽ എത്ര പേർ, എത്ര പ്രേക്ഷകർ കാണുന്നുണ്ട് എന്നതാണ് ആധികാരികമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാലത്താണ് ഡിജിറ്റൽ മേഖലയിൽ പോലും തട്ടിപ്പ് നടത്തിക്കൊണ്ട് യൂട്യൂബ് പ്രേക്ഷകരുടെ കാര്യത്തിൽ പോലും തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി ഈ ചാനൽ ഉടമ തയ്യാറായിട്ടുള്ളത് എന്നതാണ് സാധാരണ ഏതൊരു സാമാന്യ യുക്തിയിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം 8,000 പേർ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിൽ ഒറ്റയടിക്ക് അത് 18,000 ആകുന്നു, 30,000 ആകുന്നു. അത് ഫോൺ ഫാമിങ്ങിലൂടെയാണ്. അതായത് ഒരു ഒറ്റ ക്ലിക്കിൽ 10,000-കണക്കിന് ഫോണുകളിലേക്ക് ഒരേപോലെ അവർ കാണുന്നതായി കാണിക്കുന്ന ആ തന്ത്രമാണ് ഫോൺ ഫാമിങ്ങിലൂടെ ഉള്ളത്. നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് അന്താരാഷ്ട്ര ബന്ധമുള്ള ഏജൻസികളാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ആകെ 85 ലക്ഷം വരുന്ന ടെലിവിഷൻ കുടുംബങ്ങൾ ഉള്ള ഈ കേരളത്തിൽ ചില ഇടങ്ങളിൽ മാത്രമാണ് ഈ ബാർക്ക് റേറ്റിംഗ് അളക്കാനുള്ള മെഷീൻ ഉള്ളത്. അവിടെയും കൃത്രിമത്വം നടക്കുന്നു. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ, രേഖകളായി നമ്മൾ കാണുന്ന ഇടങ്ങളിലും വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നതാണ് മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്ന തട്ടിപ്പിന്റെ വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രേക്ഷകരുടെ പിന്തുണ ആർക്കാണ്, പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ചാനലുകൾ ഏതൊക്കെയാണ്, ആരുടെ പിന്തുണയിലാണ് ഈ ചാനലുകൾ നിലനിൽക്കുന്നത് എന്നതിനൊന്നും ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ഈ വരുന്ന ഓരോ വിവരവും. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ മീറ്ററുകൾ, ഈ ബാർക്ക് എവിടെയൊക്കെയാണ് ഈ മീറ്ററുകൾ വെച്ചിട്ടുള്ളത് എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും ആധികാരികമായി ആരുടെയും പക്കലില്ല. അത് ബാർക്കിന്റെ പക്കൽ മാത്രമേ ആ വിവരമുള്ളൂ എന്നാണ് പറയുന്നത്. കേരളത്തിൽ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കേരളത്തിൽ ഏതാണ്ട് സാമ്പിളിംഗ് ആണ്. അപ്പോൾ ഏതാണ്ട് ഒരു 2,000-ഓളം മീറ്ററുകൾ കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമായി വെച്ചിട്ടുണ്ട് എന്നാണ് ബാർക്ക് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2,000 മീറ്ററുകൾ വെച്ചിട്ടുള്ള സ്ഥലങ്ങളിലെ പ്രേക്ഷകർ ഏത് ടെലിവിഷൻ പരിപാടികളാണോ കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റേറ്റിംഗ് ഓരോ ആഴ്ചയും ബാർക്ക് പ്രസിദ്ധീകരിക്കാറുള്ളത്. പക്ഷേ അതിൽ പോലും തിരിമറി നടത്തുന്നതിന് എങ്ങനെയാണെന്ന് നോക്കൂ. കൈക്കൂലി കൊടുത്ത് ഈ ഡാറ്റ തിരിമറി നടത്തുന്നതിനൊപ്പം ലോക്കൽ കേബിൾ നെറ്റ്വർക്കുകൾ ബാർക്ക് സ്ഥാപിച്ചിട്ടുള്ള റേറ്റിംഗ് മീറ്ററുകളുടെ സ്ഥല സൂചിക, എങ്ങനെയാണ് ആ സ്ഥലം തിരിച്ചറിയുന്നത്, അവിടേക്ക് എങ്ങനെ എത്താൻ കഴിയും എന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ പല അഴിമതി ആരോപണങ്ങളും ഈ റേറ്റിംഗുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വന്നിരുന്നതാണ്. അത് ഈ മീറ്ററുകൾ ഉള്ള വീടുകളിലെ ഉടമകൾക്കൊക്കെ പണം നൽകിക്കൊണ്ട് എന്ന നിലയിലുള്ള ആരോപണങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അത്തരം ആ മീറ്ററുകളുള്ള സ്ഥലങ്ങൾ എങ്ങനെയാണ് അവർ കണ്ടെത്തിയതെന്ന് നോക്കൂ. ആ പ്രദേശത്തിൻ്റെ പിൻകോഡ് നമ്പറുകൾ, അതായത് ഈ ബാർക്കിലെ മിഡിൽ മാനേജ്മെന്റ് ജീവനക്കാരനായ പ്രേംനാഥ്, അയാൾക്കറിയാവുന്ന വിവരങ്ങളാണിതൊക്കെ. ആ പിൻകോഡ് നമ്പറുകൾ, ആ സ്ഥലത്തിൻ്റെ പിൻകോഡ് നമ്പറുകൾ ചാനൽ ഉടമയ്ക്ക് നൽകുകയാണ് ചെയ്തത്. അങ്ങനെ ഇവിടങ്ങളിൽ സ്വാധീനം ചെലുത്തി റേറ്റിംഗ് ഉയർത്താൻ വലിയ ശ്രമങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് നടന്നത്. അങ്ങനെ 2025 മെയ് 17 ചാനൽ ഉടമ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ചാനൽ ഉടമ രാവിലെ 6:19
പ്രേംനാഥ് എന്ന ബാർക്ക് ജീവനക്കാരൻ, പ്രേക്ഷകർ ഓർക്കണം, ബാർക്കിന്റെ റേറ്റിംഗ് ആണ് നമ്മൾ ആശ്രയിക്കാറുള്ളത്. ആ ജീവനക്കാരൻ പ്രേംനാഥിനോട് വാട്സാപ്പിലൂടെ ചാറ്റിലൂടെ സ്കോർ എത്ര എന്ന് ചോദിക്കുന്നു. അതാണ് നമ്മൾ നേരത്തെ കണ്ട ദൃശ്യം. അതിന് മറുപടിയായി അല്പസമയത്തിന് ശേഷം 6:33 പ്രേംനാഥ് നൽകുന്ന മറുപടി വിൽ അപ്ഡേറ്റ് എന്നാണ്. 6:35 ചാനൽ ഉടമ ഓക്കെ എന്ന് തിരിച്ച് മെസ്സേജ് അയക്കുന്നു. തുടർന്ന് അന്ന് തന്നെ വൈകിട്ട് 3:10 113 116 ഇടയിലായിരിക്കും സ്കോർ എന്ന് പ്രേംനാഥ് ചാനൽ ഉടമയ്ക്ക് റേറ്റിംഗ് നമ്പർ അയച്ചു കൊടുക്കുന്നു. തുടർന്ന് വന്ന റേറ്റിംഗിൽ, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൊട്ടടുത്ത ആഴ്ച വരുന്ന റേറ്റിംഗിൽ ഈ നമ്പർ കൃത്യമായി എന്നത് ഈ തട്ടിപ്പ് എത്ര കാര്യമായി നടക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്ന ഒന്നാണ്. ചാനലുടമയെ നിരന്തരം വിളിച്ചുദ്ദേശിച്ച പ്രതികരണം കിട്ടാതിരുന്നപ്പോൾ സോറി പ്ലീസ് ഡു ദ കമ്മിറ്റ്മെന്റ് എന്ന മറുപടിയും പ്രേംനാഥ് അയച്ചിരുന്നു. കാരണം ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് 113 116 ഇടയിൽ. പക്ഷേ ചാനൽ ഉടമയെ പലവട്ടം വിളിച്ചു. ആ പ്രതികരണം കിട്ടാതിരുന്നപ്പോൾ പ്ലീസ് ഡു ദ കമ്മിറ്റ്മെന്റ് എന്ന ഒരു മെസ്സേജാണ് ചാനൽ ഉടമയ്ക്ക് പ്രേംനാഥ് അയച്ചത്. ഇതിന് മറുപടിയായി ചാനൽ ഉടമ അയച്ചത്, പ്രേംനാഥിന് അയച്ച മെസ്സേജ് പെയ്ഡ് എന്നാണ്. അതായത് ആ പണം കൈമാറി കഴിഞ്ഞിരിക്കുന്നു. മറുപടിയായി ഈ പ്രേംനാഥ് എന്താണ് ചെയ്തതെന്ന് പ്രേക്ഷകർക്കറിയുമോ? ഒരു തംസപ്പ് ഇട്ടുകൊടുത്തു. വരുന്ന വാരങ്ങളിൽ 24ന്റെ റേറ്റിംഗ് 4ാം സ്ഥാനത്ത് എത്തുമെന്നാണ് ഇന്നലെ ഈ ചാനൽ ഉടമയ്ക്ക് പ്രേംനാഥ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം ദിലീപ്, ഇന്ന് അല്പസമയം കഴിഞ്ഞാൽ ഈ ആഴ്ചയിലെ റേറ്റിംഗ് വരാൻ പോവുകയാണ്. 11 മണിയാകുമ്പോൾ ബാർക്ക് റേറ്റിംഗ് വരും. നമ്മൾ എല്ലാ ആഴ്ചയും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണ് ബാർക്ക് റേറ്റിംഗ്. ആ ബാർക്ക് റേറ്റിംഗിൽ 24നെ 4ാം സ്ഥാനത്തേക്ക് തള്ളണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു. പ്രേംനാഥ് അത് ഏറ്റിരിക്കുകയാണ്. അത് ഈ ആഴ്ചയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ആഴ്ചയോ വരുന്ന റേറ്റിംഗിൽ 24നെ 4ാം സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ട് ഒരു ഫേവർ ചെയ്തു കൊടുക്കുകയാണ് ഈ ചാനൽ ഉടമയ്ക്ക് പ്രേംനാഥ് എന്ന ബാർക്കിലെ തട്ടിപ്പുകാരനായ ഉദ്യോഗസ്ഥൻ. പ്രേംനാഥ് അയച്ചിരിക്കുന്ന സന്ദേശമാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ 24ന്റെ ജനപ്രിയതയെ ബോധപൂർവം ഇടിച്ചു കാണിക്കാൻ വേണ്ടി പണം വാങ്ങി നടത്തുന്ന പ്രേംനാഥ് എന്ന ബാർക്കിലെ ഉദ്യോഗസ്ഥന്റെ കള്ളക്കളികളുടെ തെളിവ് കൂടിയായി ഇത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു. പ്രേംനാഥിന്റെ മഹാമനസ്കതയ്ക്ക് അനുസരിച്ചായിരിക്കുമോ ഇത്തവണത്തെ ബാർക്ക് റേറ്റിംഗ് എന്ന് കണ്ടറിയാം. അതിലും ഞങ്ങളിപ്പോൾ ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്. പ്രേക്ഷകർക്കറിയാം പ്രേക്ഷക പിന്തുണ എത്രയുണ്ട് എന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ പരസ്യദാതാക്കൾ ആശ്രയിക്കുന്നതുമൊക്കെ ഈ ബാർക്ക് റേറ്റിംഗിനാണ്. ഈ ബാർക്ക് റേറ്റിംഗിൽ കൃത്രിമത്വം നടത്തുന്നത് സ്വന്തം ചാനലിനെ മുൻപന്തിയിൽ എത്താൻ വേണ്ടി മാത്രമല്ല, റൈവൽ ചാനൽ, എതിരാളികൾ എന്ന് കരുതുന്ന ചാനലിനെ 4ാം സ്ഥാനത്തേക്കും 5ാം സ്ഥാനത്തേക്കും പിന്തള്ളാൻ പണം കൊടുത്ത് കോടികൾ ചെലവാക്കി നടത്തുന്ന ടെലിവിഷൻ മേഖലയെ അക്ഷരാർത്ഥത്തിൽ മലീമസമാക്കുന്ന തട്ടിപ്പ് നടത്തുന്ന ഇടപെടലിന്റെ വിവരങ്ങളാണ് 24 ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പൂർണ്ണമായ തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിക്കൊണ്ട് നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായി ഇതിന്റെ മുഴുവൻ അന്വേഷണങ്ങളും നടത്തി വിവരങ്ങൾ പുറത്തു കൊണ്ടുവരികയും നിയമാനുസൃതമുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക എന്നതാണ് 24 സ്വീകരിക്കാൻ പോകുന്ന വഴി. അതിനു മുൻപ് പ്രേക്ഷകരുടെ പിന്തുണ സ്നേഹവും ആർജിച്ചെടുത്ത ഒരു ചാനൽ എന്ന നിലയിൽ പ്രേക്ഷകരുടെ മുന്നിൽ ഇതിന്റെ ശരിയായ വിവരങ്ങളും കണക്കുകളും അവതരിപ്പിക്കുക എന്നത് ഞങ്ങളുടെ ദൗത്യമായി കാണുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ അന്വേഷണ വിവരങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഗോപികൃഷ്ണൻ, തൊടുന്നതെല്ലാം തട്ടിപ്പ് എന്ന നിലയിലാണ് ഈ ചാനൽ ഉടമ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, ഇങ്ങനെ സാധാരണഗതിയിൽ ടെലിവിഷൻ രംഗം അതിൻ്റെ ജനപ്രിയതയും ഒക്കെ അവർ നൽകുന്ന വാർത്തയിലൂടെ, അവർ നൽകുന്ന വിവരങ്ങളിലൂടെ ഒക്കെയാണ് സാധാരണഗതിയിൽ ഒരു ന്യൂസ് ചാനലിനെ സംബന്ധിച്ച് വരേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു സാധാരണഗതിയിലുള്ള ഒരു പ്രയാണമായിരുന്നില്ല ഈ ചാനൽ ഉടമ അതിന് തിരഞ്ഞെടുത്തത്. ചാനലിനെ മുന്നിലെത്തിക്കാൻ എതിരാളികളെ, അതായത് മറ്റു ചാനലുകളെ താഴ്ത്തുന്നതിന് വേണ്ടി, റേറ്റിംഗിൽ താഴ്ത്തുന്നതിന് വേണ്ടി വളഞ്ഞ വഴിയെന്ന് മാത്രമല്ല, വലിയ തട്ടിപ്പ്, അത് ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തിന് പോലും വെല്ലുവിളിയായ വലിയ തട്ടിപ്പാണ് ഈ ചാനൽ ഉടമയും അതോടൊപ്പം തന്നെ ബാർക്കിലെ ഈ മിഡിൽ മാനേജ്മെന്റ് ജീവനക്കാരനായ പ്രേംനാഥും ചേർന്ന് നടത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തട്ടിപ്പുമില്ല. ഇത് തുറന്ന് ഇക്കാര്യങ്ങൾ, ഈ അഴിമതി, ഈ തട്ടിപ്പ്, ഈ വലിയ ഒരു തട്ടിപ്പ് വലിയ കോടികളുടെ ഇടപാടുകൾ അത് പുറത്തു കൊണ്ടുവരിക എന്ന സാമാന്യ ധർമ്മമാണ് ഇപ്പോൾ 24 നിർവഹിച്ചിരിക്കുന്നത്. ഈ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ ബാർക്കിന്റെ വെബ്സൈറ്റിൽ ചെന്നാൽ സുതാര്യമായും സത്യസന്ധമായും ശാസ്ത്രീയമായും വിവരങ്ങൾ കൈമാറുന്നു എന്നതാണ് ആ സംവിധാനം അവകാശപ്പെടുന്നത്. അവിടെയാണ് ബാർക്കിലെ ഒരു ഉദ്യോഗസ്ഥൻ ചാനൽ ഉടമകളുമായി സമ്പർക്കം പുലർത്താൻ പാടില്ല എന്നത് ഇതിന്റെ ഏറ്റവും സാമാന്യമായ മര്യാദയാണ്. അത്
അത് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ചാനലിനെ ഫേവർ ചെയ്യാൻ കോടികൾ വാങ്ങി ആ ചാനലിനെ മുൻസ്ഥാനത്തേക്ക് എത്തിക്കാനും അവരുടെ എതിരാളികൾ എന്ന് കരുതുന്ന ചാനലിനെ പുറത്തേക്ക് തള്ളാനും വേണ്ടി കോടികൾ കൈപ്പറ്റിയിരിക്കുന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി ഒരിക്കലും പ്രേക്ഷകർ കരുതരുത് ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസമാണെന്ന്. ഇതര സംസ്ഥാനങ്ങളിലും ഇതുപോലെ ചാനലുകൾക്ക് ഫേവർ ചെയ്തു കൊടുത്ത് പണം കൈപ്പറ്റുന്ന പ്രേംനാഥിന്റെ തട്ടിപ്പിന്റെ വിവരങ്ങൾ കൂടി ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.